മോതിരം ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവം, അതാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സിനറ്റ് PR സംസാരിക്കുന്നു. ഓവർ ടു ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. നമ്മൾ പല ആൾക്കാർക്കും മോതിരം ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മോതിരം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കല്യാണത്തിനാണെങ്കിൽ മോതിരം ഇട്ടിട്ടാണ് നമ്മൾ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, റിങ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് ബെൻഡ് ചെയ്യില്ല, അത് അയഞ്ഞു കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ചെറിയ സ്ഥലങ്ങളിൽ വല്ലതും വിരൽ സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. ഈ റിങ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മുടെ വിരൽ സ്റ്റക്കാവും. അപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ബോഡി വെയിറ്റ് ആ റിങ്ങിലോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ മിക്കവാറും സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊലിയോട് കൂടി റിങ് അങ്ങ് പറഞ്ഞു പോരും. ചിലപ്പോൾ നിർഭാഗ്യവശാൽ ചില സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിൽ ആ വിരൽ അങ്ങനെപ്പാടെ മുറിഞ്ഞങ്ങ് വരും. അതാണ് അതിൻ്റെ ഒരു വശം. നമ്മളെപ്പോഴും കാണുന്നത് റിങ്ങിൻ്റെ നല്ല വശങ്ങളാണ്, റിങ്ങിൻ്റെ ഒരു മറുവശം. പക്ഷെ അത് എല്ലാവർക്കും കാണുന്നില്ല, വളരെ ചുരുക്കം ആളുകളിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റിങ് അവൾഷൻ ഇഞ്ചുറി എന്നാണ് നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ പറയുന്നത്. അത് വിരൽ മുറിഞ്ഞു വരും. അപ്പോൾ അത് പലതരത്തിലുണ്ട്. തൊലി മാത്രമാണെങ്കിൽ നമുക്ക് തുന്നി വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ മാറ്റാം. അതേസമയം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് വിരൽ തുന്നി പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ വിരൽ മുറിഞ്ഞ് പോയ പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളൊരു വാക്കത്തി വെച്ച് അല്ലെങ്കിൽ കത്തി വെച്ച് വിരൽ മുറിഞ്ഞു പോകുന്നതിനേക്കാളും ഇച്ചിരിയും കൂടി ബുദ്ധിമുട്ട് കൂടിയ ഒരു സർജറിയാണ്. കാര്യം വെച്ചാൽ നമ്മൾ തൊലി വിട്ട് പറിച്ചു പോന്നിരിക്കുക. അപ്പോൾ അവിടുത്തെ താഴെയുള്ള രക്തക്കുഴലുകൾ, ഞരമ്പ്, ടെൻഡൻസ് ഇതെല്ലാനും ഉള്ളിൽ നിന്ന് പറഞ്ഞു പോന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് തുന്നി പിടിപ്പിക്കൽ ഇച്ചിരി കൂടി സമയമെടുക്കും, ഇച്ചിരി കൂടി കാഠിന്യം കൂടിയൊരു സർജറിയാണ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട്. നല്ലൊരു രീതിയിൽ ആൾക്കാരിപ്പോൾ രണ്ടാമത് ആ സർജറി ചെയ്ത കുറച്ച് രോഗികൾ പേനയൊക്കെ പിടിച്ച് എഴുതുന്നതും ഒപ്പിടുന്നതും കാണുമ്പോൾ ഒരു രസമുള്ള കാര്യമാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ.